അപ്പോസ്തലനായ പൗലോസ് റോമലേഖനം 23-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നൊരു വേദഭാഗമുണ്ട്. റോമൻസ് ചാപ്റ്റർ 3 വേഴ്സ് 28. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ ദാസനായ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലല്ല, പിന്നെ വിശ്വാസത്താൽ അത്രേ നീതീകരിക്കപ്പെടുന്നത്. എന്നാൽ കർത്താവിൻ്റെ അപ്പോസ്തലനായിരുന്ന യാക്കോബ് എഴുതിയിരിക്കുന്ന വേദഭാഗം നമുക്ക് വായിക്കാം. ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സ് 14. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഇപ്രകാരമേ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? രണ്ട് അപ്പോസ്തലന്മാർ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് വ്യത്യസ്തമായിട്ടൊരു കോൺട്രാഡിക്ടറി ആയിട്ട് ഒരുപക്ഷെ തോന്നിയേക്കാം. ഒരാൾ പറയുന്നത് വിശ്വാസത്താലാണ്, ദൈവത്തിലുള്ള വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്, പ്രവൃത്തികൾ അവിടെ കാരണമില്ല, ആധാരമല്ല എന്ന് പറയുന്നു. എന്നാൽ യാക്കോബ് പറയാണ്, വിശ്വാസത്താലല്ല, പ്രവൃത്തിയാലാണ്, പ്രവൃത്തിയുടെ ആണ് നമ്മൾ കർത്താവിനെ രക്ഷ പ്രാപിക്കുന്നത് നമ്മൾ പറയുന്നു, അല്ലേ? ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വായിക്കുമ്പോൾ നമുക്കൊരു കോൺട്രഡിക്ഷൻ തോന്നുമല്ലോ. ഒരാൾ പറയുന്നത് വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്, ഒരാൾ പറഞ്ഞു പ്രവൃത്തിയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. വാസ്തവത്തിൽ നമ്മൾ ദൈവത്തിന് പഠിക്കുമ്പോൾ ഇത് രണ്ട് വ്യത്യസ്തങ്ങളായ കാര്യങ്ങളല്ല, ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ മാത്രം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രവൃത്തിയാലാണ്, കർത്താവിൻ്റെ ദാസനായ പൗലോസ് പറയാണ്, വിശ്വാസത്താലാണ്, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത് എലോൺ. വിശ്വാസത്താൽ മാത്രമാണ് ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നതെന്നുള്ളത് സത്യമാണ് പൗലോസ് പറഞ്ഞത്. അത് 100% ശരിയായ കാര്യമാണ്. ഒരു വ്യക്തി എത്രമാത്രം പ്രവർത്തനങ്ങളും വർക്കുകളും ദാനകർമ്മങ്ങളൊക്കെ ചെയ്താലും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല എന്ന് നമുക്കറിയാം. എന്നാൽ യേശു കർത്താവിന് രക്ഷകനാണെന്നും എൻ്റെ കർത്താവാണെന്നും അവൻ എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു, ആ കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവൃത്തികളൊന്നും നോക്കാതെ നമ്മളെ നീതീകരിക്കുന്നൊരു ദൈവമാണ് നമുക്കുള്ള കർത്താവ്. ചിലരെന്ത് ചെയ്യും, ഒരു കാര്യം കണ്ട് അതിൻ്റെ എക്സ്ട്രീമിലേക്ക് പോകും. വിശ്വാസം മതി, പ്രവൃത്തി വേണ്ടാന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. എങ്ങനെയും ജീവിക്കാം, ക്രിസ്തീയ ലോകത്ത് അങ്ങനെ പഠിപ്പിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാടുണ്ട്. ജീവിതത്തിൽ അതൊന്നും നോക്കേണ്ട കാര്യമില്ല, ഇങ്ങനെയും ജീവിക്കാൻ വിശ്വാസം മാത്രം സൂക്ഷിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. വേറൊരു എക്സ്ട്രീമാണ്, വിശ്വാസം കൊണ്ടൊന്നും കാര്യമില്ല, പ്രവൃത്തികൾ ചെയ്തെങ്കിലേ ദൈവസന്നിധിയിൽ പോകാൻ കഴിയൂ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയൂ എന്ന് ചിന്തിക്കുന്ന മറു ഗ്രൂപ്പുണ്ട്. രണ്ട് എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ദൈവത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, നീതീകരണം അല്ലെങ്കിൽ ദൈവം നമ്മളെ നീതീകരിക്കുന്നത് വിശ്വാസത്താൽ മാത്രമാണ്. എന്നാൽ അതിന് അടുത്തൊരു പടിയാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളെന്ന് പറയുന്നത്, സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം. നീതീകരണം വിശ്വാസത്താൽ പ്രാപിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ ദൈവസന്നിധിയിൽ നല്ലതായിരുന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, നമ്മുടെ ശുദ്ധീകരണത്തിലേക്ക് നമുക്ക് പോകാൻ തക്കൊണ്ട് സാധിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് പറഞ്ഞത്, ഗുഡ് വർക്ക്സ് ആർ നോട്ട് മീൻസ് ഫോർ സാൽവേഷൻ ബട്ട് ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് സാൽവേഷൻ. നല്ല പ്രവൃത്തികൾ ഒരിക്കലും നമ്മളെ രക്ഷയിലേക്ക് നയിക്കുകയില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു മാനിഫെസ്റ്റേഷനാണ്, ഒരു ആപ്ലിക്കേഷനാണ് നല്ല വിശുദ്ധീകരണം, നല്ല പ്രവൃത്തി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രക്ഷ എന്നുള്ളത് വിശ്വാസത്താൽ മാത്രം ലഭിക്കുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം, ദൈവസന്നിധിയിൽ നമ്മളൊരു വിഷയം നിൽക്കുമ്പോൾ നമ്മളെ ദൈവം ന്യായം വിധിക്കുന്നത്, ദൈവം നമുക്ക് പ്രതിഫലം നിശ്ചയിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയാലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആത്മാവിൻ്റെ ഫലം, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറയുന്നുണ്ട്, അല്ലേ? അവിടെ നമ്മൾ വായിക്കുന്ന ഗലാത്യ ലേഖനം 5:22 വായിക്കുന്നത്, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇതെല്ലാം നമ്മുടെ പ്രവർത്തന മേഖലകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളിൽ നമ്മൾ പുലർത്തേണ്ട വിശുദ്ധിയുടെ അടയാളങ്ങളാണ്. നമ്മൾ അടുത്ത് വായിക്കുന്ന, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. വീണ്ടും നമ്മൾ 25-ാം വാക്യത്തിൽ, ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക.
അപ്പം വിശ്വാസമുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്, അത് മതിയെന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്നിട്ടുണ്ടെങ്കിൽ ആത്മാവ് നമ്മളോട് പറയുന്ന, നമ്മളെ നടത്തുന്ന ആ വഴിയിൽ നടക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എങ്കിൽ മാത്രമേ ആത്മാവിൻ്റെ ഫലം നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ. റോമാലേഖനം 8:14 വായിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പം നമുക്ക് എങ്ങനെയും ജീവിക്കാനുള്ള ഒരു പ്രമാണമല്ല ദൈവം തരുന്നത്. ദൈവത്തിൻ്റെ ഒരു വാസ്തവമായ ഒരു ദൈവപൈതൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, രക്ഷിതാവ് മാത്രമല്ല, അവൻ നമ്മുടെ കർത്താവും കൂടെയാണ്. ഹീ ഈസ് അവർ ലോഡ്. കർത്താവാകുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ആ കർത്താവിനെ അനുസരിച്ച് ജീവിക്കുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച്. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകും. നമുക്കൊത്തിരി വിശ്വാസമുണ്ട്, വിശ്വാസികളാണെന്നുള്ള പേരുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ, നമ്മളുടെ ഇടപാടുകളിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ, നമ്മുടെ ജീവിത വ്യത്യസ്തങ്ങളായ മുഖങ്ങളിൽ നമുക്ക് വിശുദ്ധിയുടെ പ്രമാണം സൂക്ഷിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അനേക വാക്യങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് ഇതിനുള്ള ബന്ധത്തിൽ വായിക്കുവാൻ സാധിക്കും. കർത്താവ് തൻ്റെ സഭയ്ക്ക് കൊടുക്കുന്ന ലാസ്റ്റ് പ്രോമിസ് എന്ന് വായിക്കാമോ? റെവലേഷൻ 22:12, വെളിപ്പാട് പുസ്തകം 22:12 വാക്യം. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. കർത്താവ് പറയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവൻ്റെ വിശ്വാസം തക്കവണ്ണമെന്നാണ് പറയുന്നത്, പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. കർത്താവ് നമുക്ക് തരുന്ന പ്രതിഫലം എക്സാക്ട്ലി ബേസ്ഡ് ഓൺ അവർ വർക്ക്, അവർ ലൈഫ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. യേശു കർത്താവിന് മത്തായി എഴുതിയ സുവിശേഷം 16:27 ഭാഗത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. മാത്യു ചാപ്റ്റർ 16:27. മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും, അപ്പോൾ അവൻ ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം. ഈ വേദഭാഗങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെടുന്നെങ്കിലും ദൈവസന്നിധിയിൽ നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത്, ദൈവസന്നിധിയിൽ നമുക്ക് റിവാർഡ് ലഭിക്കുന്നത് ബേസ്ഡ് ഓൺ അവർ വർക്കാണ്. 2 കൊരിന്ത്യർ 5:10 വായിക്കുന്നത്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. ഇത്രയുള്ള തന്നെ സമ്മറി. വിശ്വാസത്താൽ നമ്മൾ ഓരോരുത്തരും നീതീകരിക്കപ്പെടുമ്പോൾ തന്നെ നമ്മുടെ വിശുദ്ധീകരണത്താലാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ പ്രവൃത്തികളാലാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതെന്ന കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. മോശയെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിന് 11:25-26 വാക്യത്തിൽ, പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. മോശയെ സംബന്ധിച്ചുള്ള 2 ചോയ്സ് ഉണ്ടായിരുന്നു. ഒന്ന്, ഫറവോൻ്റെ പുത്രി എന്ന ആ വലിയ പദവി സൂക്ഷിക്കുക, മിസ്രൈമിലെ നിക്ഷേപങ്ങൾ നേടുക. ഇതായിരുന്നു ഒരു ഓപ്ഷൻ. അത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇസ്രായേലിൽ അറിയാം, ഈജിപ്തിലെ മമ്മിയും പിരമിഡ്സും എന്നൊക്കെ പറഞ്ഞ പോലെ മ്യൂസിയത്തിൽ ഇരിക്കാൻ പറ്റുമായിരുന്നു ആ നിക്ഷേപങ്ങളൊക്കെ. എന്നാൽ താൻ തിരഞ്ഞെടുത്തത് ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്നെണ്ണി. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അത് തനിക്ക് നിത്യമായ പ്രതിഫലം. ഒന്ന്, മ്യൂസിയത്തിൽ അവസാനിക്കുമ്പോൾ, ഈ ലോകത്തിലെ കാഴ്ച ബംഗ്ലാവുകളിൽ തീരുമ്പോൾ, മറ്റേത് നിത്യതയോളമുള്ള പ്രതിഫലമായി താൻ കണ്ടതുകൊണ്ട് താൻ എന്തു ചെയ്തു? ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് താൻ എണ്ണി. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലേ. 2 ഓപ്ഷൻ നമ്മുടെ മുമ്പാകെ ഉണ്ട്. ഒന്ന്, കർത്താവിന് വേണ്ടി നിന്ന് സഹിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഫലമുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് കഴിയും. അതല്ലെങ്കിൽ ഈ ലോകത്തിലെ നിക്ഷേപങ്ങളും ഇവിടുത്തെ സമ്പത്തും ഇവിടുത്തെ പൊസിഷനും പദവികളൊക്കെ ആഗ്രഹിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 19-7 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നൊരു വേദഭാഗമുണ്ടെന്ന് വായിക്കാമോ? റെവലേഷൻ ചാപ്റ്റർ 19:7-8. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. കുഞ്ഞാടിൻ്റെ കല്യാണത്തെക്കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നുണ്ടല്ലേ. മണവാട്ടി
ദൈവത്തിന് മുൻപാകെ നിൽക്കുന്നത് യേശു ക്രിസ്തുവിലൂടെ തനിക്ക് ലഭിച്ച നീതീകരണത്തിൻ്റെ നീതിയുടെ വസ്ത്രം ധരിച്ചാണ്. എന്നാൽ അതൊരു വിശേഷ വസ്ത്രം കൂടെ ധരിക്കുന്നതായിട്ട് നമ്മളവിടെ വായിക്കുന്നു. ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം, തന്നെത്താൻ ഒരുങ്ങി വന്നിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം എന്താണെന്ന് കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നത് എന്താണ്? വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. ദൈവസന്നിധിയിൽ നമ്മൾ ചെയ്യുന്ന നന്മ പ്രവർത്തികൾ, നീതി, പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് ഓരോ ദിവസവും നമുക്ക് ജീവിക്കുവാൻ കഴിയുന്ന ആ അനുഭവം ഉള്ളവർക്കാണ് ആ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കഴിയുന്നത്. കർത്താവ് തൻ്റെ ഉപമകൾ പറഞ്ഞ കാര്യം കൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് മത്തായിയുടെ സുവിശേഷം 25:14 വായിക്കുന്നു. കർത്താവ് നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെ വ്യാപാരം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഫലം നിശ്ചയിക്കുന്നതെന്നുള്ള തെളിവായിട്ടുള്ള 2 വേദഭാഗം. ഒന്ന് മാത്യു 25:14. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. നോക്കുക, ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ. എല്ലാവർക്കും ഒരുപോലല്ല കൊടുത്തത്. 5 കൊടുത്തവരുണ്ട്, 2 കൊടുത്തവരുണ്ട്, 1 കൊടുത്തവരുണ്ട്. എൻ്റെ അർത്ഥം നമുക്കറിയാം. ദൈവം തൻ്റെ കൃപയിലേക്ക് കൊണ്ടുവരുന്ന ഓരോ വ്യക്തിക്കും ദൈവം ഗിഫ്റ്റുകൾ, താലന്തുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഗിഫ്റ്റും ഇല്ലാതെ ആരെയും ദൈവം വിളിക്കുന്നില്ല. എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, എന്തെങ്കിലും ഒരു വരം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അതെന്താണ്? അത് നമ്മൾ വായിക്കുന്നത് ഓരോരുത്തരും അവനവൻ്റെ പ്രാപ്തി പോലാണ് ദൈവം കൊടുക്കുന്നത്. നമുക്കറിയാം, സുവിശേഷം പറഞ്ഞത് മാത്രമല്ല, മറ്റുള്ളവരെ സഹായിക്കുന്നവരുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇതിലെല്ലാം വിവിധ നിലകളിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഉപയോഗിക്കാൻ വിശ്വസ്തനാണ്. സൂസന്ന വെസ്ലി എന്നൊരു സഹോദരിയെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അവരൊരു സഭയിൽ പോയി ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല, ഒരു പുസ്തകം പോലും പബ്ലിഷ് ചെയ്തിട്ടില്ല, വലിയ ശുശ്രൂഷകളൊന്നും തനിക്കില്ല. എന്നാൽ മെത്തഡിസ്റ്റ് സഭയുടെ മാതാവെന്ന പേരിലാണ് അവരെ അറിയപ്പെടുന്നത്. കാരണം എന്താണ്? അവർ 2 മക്കളെ, ചാൾസ് വെസ്ലിയും ജോൺസ് വെസ്ലിയും 2 മക്കളെ ദൈവകൃപയിലും ദൈവഭക്തിയിലും അവർ വളർത്തിയെടുത്തു. അവരിലൂടെ അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ ദൈവം ആ സഹോദരിയെ ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞ നമ്മൾ ഈ താലന്ത് വിനിയോഗിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പോയി സഭയുടെ പുൾപ്പിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്നത് മാത്രമല്ല, ദൈവത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ആ സഹോദരി ചെയ്ത കാര്യം, തൻ്റെ മക്കളെ ഓരോ ദിവസവും അവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും നിത്യമായ ആ വാല്യൂസ് അവരുടെ ഉള്ളിൽ കൊടുക്കുകയും ചെയ്യുവാൻ ആ സഹോദരിക്ക് കഴിഞ്ഞു. ഇതുപോലെയാണ് ദൈവം ഓരോരുത്തരുടെ താലന്തുകൾ അനുസരിച്ച് ദൈവം നമ്മളെ ഓരോന്ന് ഏൽപ്പിക്കുന്നു. പക്ഷേ നമ്മൾ എത്ര വിശ്വസ്തയോടെ അത് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ദാസന്മാരിൽ ഒരാൾ ചെയ്തു, 5 കിട്ടിയവൻ എന്ത് ചെയ്തു? 5 കൂടെ നേടി. 2 കിട്ടിയ ആൾ 2 നേടി. അവരെക്കുറിച്ച് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. നല്ലവനും വിശ്വസ്തനുമായ അവരെ വിളിക്കുന്ന പേരാണ് ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻസ്. ഒത്തിരി സ്മാർട്ടായിട്ടും സക്സസ്ഫുൾ സെർവൻസ് എന്നല്ല വിളിക്കുന്നത്. ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടെ ഹാൻഡിൽ ചെയ്തവരെ ദൈവം വിളിക്കുന്ന പേരാണ് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. എന്നാൽ ഒരാൾക്ക് ഒരെണ്ണം കിട്ടിയ ആൾ എന്ത് ചെയ്തു? അവനെ നിലത്ത് മറച്ചു വെച്ചു. അവൻ വിചാരിച്ചു, ഇതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല, വിശ്വസിക്കുന്നുണ്ടല്ലോ, ഞാൻ ദൈവഭാഗത്താണല്ലോ, ഇനിയും ഇത് വ്യാപാരം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അവനെ കർത്താവ് വിളിക്കുന്ന പേരാണ് ദുഷ്ടനും മടിയനുമായ ദാസനെ. ഇതിനെക്കുറിച്ച് ഈ പാരബിൾ പറയുന്നത് വ്യത്യസ്തങ്ങളായ ഗിഫ്റ്റുകൾ, വരങ്ങൾ ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അത് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യണമെന്നുള്ള സന്ദേശമാണ്. എന്നാൽ ലൂക്കോസിന് സുവിശേഷം 19-ാം അധ്യായം 12-ാം വാക്യം ഒന്ന് വായിക്കാം. Luke chapter 19 verse 12. കുലീനനായൊരു മനുഷ്യൻ രാജത്വം പ്രാപിച്ചു മടങ്ങി വരണമെന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. അവൻ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തുകൊള്ളുവീൻ എന്ന് അവരോട് പറഞ്ഞു. ഇവിടെ പറയുന്ന വ്യത്യസ്തങ്ങളായ താലന്തുകളെ കുറിച്ചല്ല പറഞ്ഞു. ഇവിടെ പറഞ്ഞ എല്ലാവർക്കും ഈക്വലായിട്ടാണ് കൊടുത്തത്. 10 പേരെ വിളിച്ച് 10 പേർക്കും 10 റാത്തൽ വെച്ച് കൊടുത്തു. നമുക്കറിയാം എന്താണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഈക്വലായിട്ട് ദൈവം തന്നിട്ടുള്ളത്. പണമല്ല, സമയം, ടൈം, അല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും 24 മണിക്കൂർ ഒരു ദിവസം. മുമ്പിലിരിക്കുന്നവർക്ക് 23 മണിക്കൂറും പുറകെ ഇരിക്കുന്നവർക്ക് 25 മണിക്കൂറൊന്നും ഇല്ല. എല്ലാവർക്കും ഈക്വൽ ടൈം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ടൈം തന്നിരിക്കുന്നത് ഈക്വലായിട്ടാണ്. പക്ഷേ ആ സമയത്തെ നമ്മൾ എങ്ങനെ വ്യാപാരം ചെയ്യുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
നമ്മൾ അതിവിടെ കാണുന്നുണ്ട്. 10 റാത്തൽ കിട്ടിയ ഒരു മനുഷ്യൻ പോയിട്ട് അടുത്ത 10 കൂടെ നേടി, വേറൊരാൾ 5 റാത്തൽ കൂടെ നേടി, അല്ലേ? അവരെല്ലാം ആ സമയം പ്രോപ്പറായിട്ട് അവർ നന്നായിട്ട് വിനിയോഗിച്ചു. അവരെ വിളിക്കുന്ന നമ്മൾ വായിക്കുന്ന ഗോഡ് സേസ് നല്ല ദാസൻ, നീ അത്യത്ഭുതത്തിൽ വിശ്വസനായിരുന്നു. 10 നേടിയവൻ 10 പട്ടണത്തിന് അധിപനായിരിക്കും, 5 നേടിയവൻ 5 പട്ടണത്തിൻ്റെ അധിപനായിരിക്കുക എന്ന് കൽപ്പിച്ചു. എന്നാൽ ഒടുവിൽ ഒരുത്തൻ വരികയാണ്. അവൻ പറയുക, ഞാൻ അത് ഉറുമാലിൽ കെട്ടി വെച്ചേക്കും, എനിക്ക് നീ തന്നായിരുന്നു, പക്ഷേ ഞാൻ ഉറുമാലിൽ കെട്ടി സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു, ഞാനൊന്നും ചെയ്തില്ല. കർത്താവ് വിളിക്കുന്ന പേര്, അവനെ വിളിക്കുന്ന പേര് ദുഷ്ടദാസനെ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം താരന്തുകൾ തന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ വിലപ്പെട്ട സമയം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഈ സമയങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഉപദേശിക്കും. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ, യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച നാൾ മുതൽ നമുക്കൊക്കെ ട്രമൻഡസ് ഓപ്പർച്യൂണിറ്റീസാണ്. കർത്താവിന് വേണ്ടി ദൈവനാമ മഹത്വത്തിനായി പ്രവർത്തിപ്പാൻ, ജീവിപ്പാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഫലമുള്ളവരായി തീരുവാൻ ദൈവം നമുക്ക് ധാരാളം അവസരം തരുമ്പോൾ നമ്മൾ അവസരത്തെ വിലയേറിയതായി കാണുന്നുണ്ടോ, അത് നഷ്ടപ്പെടുത്തുകയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്കറിയാം, ദൈവം നമ്മളെ ന്യായം വിധിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രതിഫലം നിശ്ചയിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തി എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ മുമ്പ് വായിച്ച വാക്യങ്ങളെല്ലാം കണ്ടത്. ഈ പ്രവൃത്തിക്ക് തന്നെ വേറൊരു വിഷയം കൊണ്ടുണ്ട്. പ്രവൃത്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, എന്നാൽ ദൈവനും പറഞ്ഞു ആ കർത്താവ് ആ പ്രവൃത്തികളെ ശോധന ചെയ്യുന്നു. നമ്മൾ വായിക്കുന്നു, കൊരിന്ത്യനിൽ വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 3:11 വാക്യം ഒന്ന് വായിക്കാവോ? യേശുക്രിസ്തു എന്നിട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് പറയുന്നത്, ഒരുപാട് പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം, മടിയന്മാരായിട്ട് ഇരിക്കുന്നുണ്ട്. എന്നാൽ പ്രവൃത്തി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്തിനാ ചെയ്യുന്നത്, എന്താണ് എൻ്റെ ഉദ്ദേശം എന്നുള്ളത് നമ്മൾ ഇവിടെ പറഞ്ഞാൽ യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും. എന്താണ് ഈ അടിസ്ഥാനം? നമ്മുടെ രക്ഷയ്ക്ക് യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ആധാരമായിരിക്കുന്നത്, നമ്മുടെ പ്രവൃത്തികളല്ല എന്നുള്ളതാണ് അടിസ്ഥാനം. ദാറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ. ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത് എൻ്റെ പ്രവൃത്തിയുടെ ഫലമല്ല, എൻ്റെ കർത്താവിലുള്ള വിശ്വാസത്താലാണ് ദൈവം എന്നെ നീതീകരിച്ചതെന്നുള്ള ബോധ്യമാണ് ആ അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിന്മേലാണ് നമ്മുടെ പ്രവൃത്തി ദൈവം കണക്കാക്കുന്നത്. ആ അടിസ്ഥാനത്തിന്മേൽ പ്രവർത്തിക്കുന്നവർക്ക് എന്താണ് നമ്മൾ വായിക്കുന്നത്? അതിൻ്റെ 12 വാക്യം ഒന്ന് വായിക്കാമോ? ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. 2 തരത്തിലുള്ള നമുക്ക് 2 കാറ്റഗറി ആയിട്ട് തിരിക്കും. ഒന്ന് പൊന്നും വെള്ളിയും വിലയേറിയ കല്ലും. നമുക്കറിയാം, അത് അത്ര ചീപ്പായിട്ട് കിട്ടുന്ന സാധനമല്ല, അത് വളരെ പ്രഷ്യസ് ആണ്, ഹൈ ക്വാളിറ്റി ഉള്ളതാണ്, അത് വളരെ കോസ്റ്റ്ലിയാണ്. എന്നാൽ വേറൊരു ഭാഗമുണ്ട്, മരം, പുല്ല്, വൈക്കോൽ. അത് ഇഷ്ടം പോലെ കിട്ടും. ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഈ 2 കാര്യങ്ങൾ തമ്മിൽ തീയിലൂടെ ശോധന ചെയ്യുമ്പോൾ നിലനിൽക്കുന്നത് ഒന്നാമത്തെ കാറ്റഗറിയാണ്. അവർ പക്ഷേ വലിയ എമൗണ്ടും ക്വാണ്ടിറ്റിയും ഒന്നും പറയാനില്ല, എന്നാൽ അവർ ചെയ്തത് എന്താണ്? വിലയേറിയ കല്ല്, പൊന്ന്, വെള്ളി ഇവ കൊണ്ട് പണിതതാണ്. അത് ആ തീയിലൂടെ കടത്തി വിടുമ്പോൾ അതിനെ സർവൈവ് ചെയ്ത് നിത്യതയോളം കാണുവാൻ കൊണ്ട് സാധിക്കും. എന്നാൽ വേറെ കുറേ ആളുകൾ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു, ഭയങ്കര ബിസിയായിരുന്നു, നിലത്ത് നിൽക്കാൻ സമയം ഇല്ലായിരുന്നു. ചെയ്തതെല്ലാം എന്താണ്? മരം, പുല്ല്, വൈക്കോൽ. അതെല്ലാം തീയിലൂടെ കടത്തി വിടുമ്പോൾ അതെല്ലാം കത്തിപ്പോകുന്നു. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, പക്ഷേ കണക്ക് നോക്കുമ്പോൾ ഒന്നുമില്ല. ഗൾഫിലൊക്കെ ജോലി ചെയ്ത് തങ്ങളുടെ നല്ല ആയുസ്സിൻ്റെ ദിവസങ്ങളൊക്കെ അവിടെ ജീവിച്ച് വീട്ടിലോട്ട് ഇഷ്ടം പോലെ പൈസ അയച്ചു കൊടുക്കും. ഭാര്യയും മക്കളും വിചാരിക്കും കിട്ടിയ വരെ വലിയ ഇഷ്ടം പോലെ കാശ് അടിച്ച് തീർത്ത് നല്ല ലക്ഷറി കാറൊക്കെ മേടിച്ച് ഈ പാവത്താൻ പ്രായമായിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ കുറച്ച് കടമല്ലാതെ ഒന്നും ഇല്ല, അല്ലേ? ഒത്തിരി അധ്വാനിച്ചു, പക്ഷേ കണക്ക് നോക്കുമ്പം ഒന്നുമില്ല. പക്ഷേ അയാൾക്ക് വേണമെങ്കിൽ ഇനി വേറെ എവിടെയെങ്കിലും പോയി ആരോഗ്യമുണ്ടെങ്കിൽ വീണ്ടും അധ്വാനിക്കാൻ അവസരമുണ്ട്. എന്നാൽ ദൈവമൊക്കെ അങ്ങനെ ഒരു അവസരമില്ല. ദൈവം നമുക്ക് തരുന്ന ആ പ്രഷ്യസ് ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യാൻ കഴിയും, അത് നിലനിൽക്കുന്നതാണോ അല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ നമ്മൾ വായിക്കുന്ന, ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഇഫ് എ മാൻസ് വർക്ക് ഷാൽ എൻഡ്യൂർ ഹി ഷാൽ റിസീവ് എ റിവാർഡ്. നിലനിൽക്കുന്നെങ്കിൽ, കത്തിപ്പോയാൽ തീർന്നു, ചെയ്ത കാര്യങ്ങളെല്ലാം അവിടെ കൊണ്ട് തീർന്നു. നിലനിൽക്കുന്നതാണെങ്കിൽ എന്ത് ചെയ്യുന്ന പറയുന്നത്? പ്രതിഫലം കിട്ടും. ദൈവം നമ്മുടെ പ്രവൃത്തിയുടെ ഇൻറ്റൻഷൻ എപ്പോഴും നോക്കുന്നില്ല. നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സുവിശേഷം പറയുന്നുണ്ടായിരിക്കാം,
ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലേ? കഥാൻ്റെ നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട്, വീടില്ലാത്ത ഒരു സഹോദരനൊരു വീട് വെച്ച് കൊടുത്തു. അടുത്ത ആഴ്ചയിൽ മാഗസിനിലെ ഹെഡ്ലൈൻ, മത്തായിച്ചൻ കരുണയുള്ള മനുഷ്യൻ, അല്ലേ? കർത്താവ് പറഞ്ഞ് നിൻ്റെ പ്രതിഫലം നിനക്ക് കിട്ടിപ്പോയി. സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലൊക്കെ വീടിൻ്റെ താക്കോൽ ദാനം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളായിരിക്കാം, പക്ഷേ ദൈവനാമ മഹത്വത്തിനായിട്ടാണോ ചെയ്യുന്നത്? സാക്ഷ്യം പറയുന്നവരുണ്ട് സഭകളിലൊക്കെ. സാക്ഷ്യത്തിന് സമയം കിട്ടിയാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് സെൽഫ് ബോസ്റ്റിംഗ് ആയിട്ട് പറയാൻ കഴിയും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഉദാഹരണം ഒരാൾ പറയാം, ഞാൻ കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിൽ സിറ്റിയിൽ 112ാമത്തെ നിലയിൽ ഹോട്ടലിലിരുന്ന് താഴേക്ക് നോക്കിയപ്പോൾ ദൈവമക്കളെ ഞാൻ കരഞ്ഞുപോയി. ഈ പുഴുവായ എനിക്ക് എന്ത് യോഗ്യത, അല്ലേ? കേൾക്കുമ്പോൾ വളരെ രസമാണ്, പുഴുവാണെന്നാണ് പറയുന്നത്. പക്ഷേ പറഞ്ഞു വെക്കുന്നത് ഞാൻ അത്ര പുഴുവൊന്നും അല്ല. എനിക്ക് അമേരിക്കൻ വിസ കിട്ടി, ഞാൻ അവിടെ പോയി താമസിച്ചു, ലക്ഷറി ഹോട്ടലിൽ താമസിച്ചു. ഇതെല്ലാം പറയാനുള്ള അവസരം. ഫാസ്റ്റിംഗ് പറയുന്നതിനെക്കുറിച്ച് നല്ല കാര്യമാണ്. കർത്താവ് നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഒരു മനുഷ്യരോട് സാക്ഷി തരുന്നവർ, ഞാൻ കഴിഞ്ഞ 14 ദിവസം ഉപവസിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. കർത്താവ് പറഞ്ഞു നിനക്ക് അതിൻ്റെ പ്രതിഫലം നിത്യത ചെല്ലുമ്പോൾ ഒന്നും കാണത്തില്ല, ഇവിടെ കൊണ്ട് മേടിച്ച് തീർക്കുകയാണ്. ദൈവമക്കളെ, നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് നല്ല കാര്യങ്ങളെല്ലാം നല്ലതാണ്, പക്ഷേ ഹീസ് വാല്യൂയിങ് യുവർ മോട്ടീവ്. ഞാൻ എന്തുദ്ദേശത്തോടാണ് അത് ചെയ്യുന്നത് എന്നത് കർത്താവ് നോക്കുന്നു. ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് വർക്ക്, മരം പുല്ല് വൈക്കോൽ കൊണ്ട് ഒരുപാട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനകത്തല്ല കാര്യം, അത് തീയിലൂടെ ശോധന ചെയ്യുമ്പോൾ അത് നിലനിൽക്കുമോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ വായിക്കുന്നുണ്ട്, അവർക്ക് ഛേദം വരും. ആ വാക്യം ഒന്ന് വായിക്കാമോ? ഒരുത്തിൻ്റെ പ്രവൃത്തി 15-ാം വാക്യം. ഒരുത്തിൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. തീയിൽ കൂടി എന്നാൽ ഛേദം വരിക എന്ന് പറഞ്ഞാൽ ഹി വിൽ സഫർ ലോസ് എന്നല്ലേ? മുമ്പേ പറഞ്ഞതുപോലെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു, ഒരുപാട് പണമൊക്കെ നാട്ടിലോട്ട് അയച്ചു, പക്ഷേ ഇപ്പോൾ വന്നപ്പം കയ്യിൽ ഒന്നുമില്ല, ഛേദം വരും. നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ള പ്രതീക്ഷയോടെ അവിടെ പോകുമ്പോൾ സഫർ ലോസ്. ആർ വി ഗോയിങ് ടു സഫർ ലോസ്? നഷ്ടമാണോ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്? ഛേദം വരിക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിന് ശരിയായ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിത്യത മുഴുവൻ നമ്മുടെ മനസ്സിൽ ദൈവം തന്ന പ്രഷ്യസ് ലൈഫ്, വിലപ്പെട്ട ജീവിതം എനിക്ക് നന്നായി ചെയ്യുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു നഷ്ടബോധം നമ്മളിലുള്ളത്. ഒരു പക്ഷേ നമുക്ക് ആ ദൈവത്തിൽ നിന്ന് ആ റിവാർഡും പ്രതിഫലം കിട്ടാഞ്ഞതിലുള്ള ദുഃഖമായിരിക്കത്തില്ല, പക്ഷേ ഇത്രയും എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ തന്ന് എനിക്ക് വേണ്ടി സകലതും ഒരുക്കി തന്ന എൻ്റെ കർത്താവിനെ ഹൃദയംഗമായി സ്നേഹിക്കുവാനും പ്രവർത്തിക്കുവാനും എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നൊരു ദുഃഖം നമ്മുടെ ഹൃദയത്തിൽ വരും. അതാണ് ദൈവം പറഞ്ഞത്, അവന് ഛേദം വരും, പക്ഷേ താനോ രക്ഷിക്കപ്പെടും. എങ്ങനെ? തീയിൽ കൂടി എന്നതുപോലെ അത്രേ. രക്ഷിക്കപ്പെടും, കാര്യം വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. എന്നാൽ തീയിൽ കൂടി എന്നതുപോലെ. ലോത്തിൻ്റെ അനുഭവം നമുക്കറിയാം. അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങി തിരിച്ച വ്യക്തിയാണ്. തനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു വിശ്വാസത്തിന് വേണ്ടി ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാം. പക്ഷേ താനൊരു ചോയ്സ് എടുത്തു. സോദോമിലെ ആ സമ്പത്തും നീരോട്ടമുള്ള പ്രദേശമൊക്കെ തിരഞ്ഞെടുത്തു. തനിക്ക് തൻ്റെ വിലപ്പെട്ട ആ നാളുകൾ അതിൻ്റെ പിന്നാലെ പോയി താൻ വേസ്റ്റ് ചെയ്തതായിട്ടാണ് കാണുന്നത്. പക്ഷേ അവന് പറഞ്ഞു, അവൻ നീതിമാനായിരുന്നുകൊണ്ട് അവൻ ദൈവം അവനെ രക്ഷിച്ചു. പക്ഷേ എങ്ങനെ രക്ഷിച്ച്? തീയിൽ കൂടി എന്നതുപോലെ ആണ് നമ്മൾ കാണുന്നു, അല്ലേ? നമ്മൾ ഓർക്കുക, എന്നാൽ ചിലർക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടായെന്ന് വരത്തില്ല. നമ്മൾ ഇവിടെ തന്നെ പല സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ മക്കളുടെ സഹോദരങ്ങൾ പോയി സുവിശേഷം പറഞ്ഞ് പ്രായമായി മരണത്തോടടുത്ത് നിൽക്കുന്ന വ്യക്തിയോട് സുവിശേഷം പറഞ്ഞ് അവർ യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ചില മണിക്കൂറുകൾക്ക് ശേഷം അല്ലെങ്കിൽ അടുത്ത ദിവസം അവർ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. അവർക്കൊരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാനുള്ള ഓപ്പർച്യൂണിറ്റി അവർക്കുണ്ടായിരുന്നില്ല. ക്രൂശിലെ കള്ളനെക്കുറിച്ച് നമുക്കറിയാം. അവൻ യേശുവിനെ സ്വീകരിച്ചു. കർത്താവ് രക്ഷിതാവാണ്, രാജാവാണ്, താൻ രാജാധിരാജാവായി വരുമെന്ന് അവൻ വിശ്വസിച്ചു. യേശു കർത്താവ് അവനെ രക്ഷിച്ചു. അവൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ വലിയ പ്രവൃത്തികളൊന്നും ചെയ്യുവാൻ തനിക്ക് സാധിച്ചില്ല. എന്നാൽ നമ്മുടെ 2 തീമോത്തിയോസ് 4-ാം വാക്യം ഒന്ന് വായിക്കുക. 2 തിമോത്തി chapter 4 verse 7. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു,
അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഒരു ഭക്തനായ ദൈവത്തിൻ്റെ ദാസൻ പൗലോസ് പറയാണ്, ദൈവം എന്നെ കർത്താവ് വിളിച്ചു. ഞാൻ ഒരു പരീശനായി ഇസ്രായേൽ മതത്തിൻ്റെ എല്ലാ തീഷ്ണതയിലും ജീവിച്ചൊരു വ്യക്തിയായിരുന്നല്ല, എൻ്റെ കർത്താവ് എന്നെ സന്ദർശിച്ചു, അവൻ എന്നെ രക്ഷിച്ചു. ആ നിമിഷം മുതൽ തൻ്റെ ആ ജീവിതാന്ത്യത്തിൻ്റെ ആ ഘട്ടത്തിൽ താൻ പറഞ്ഞ സാക്ഷ്യമാണ്, ദൈവം ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. തനിക്ക് ജീവിച്ച ഓരോ നിമിഷവും ഓരോ ദിവസവും ദൈവനാമ മഹത്വത്തിനായിട്ട് തനിക്ക് ജീവിക്കാൻ കഴിഞ്ഞു. ഹി ഫോട്ട് എ ഗുഡ് ഫൈറ്റ്. നമുക്കറിയാം, അനേക ഹാർഡ്ഷിപ്പുകൾ ജീവിതത്തിൽ, വളരെ ദുർഘടങ്ങളായ അനേക അവസരങ്ങളും ജീവിത സാഹചര്യങ്ങളും പൗലോസിൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ താൻ അവിടെ പൊരുതി നിന്ന് കർത്താവിൽ ആശ്രയിച്ച് ജയിച്ചു. രണ്ടാമത് കാണുന്നത്, ഐ ഹാവ് ഫിനിഷ് മൈ റേസ്, എൻ്റെ ഓട്ടം ഞാൻ തികച്ചു. ഈ ഓട്ടം തികയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിക്കുന്ന, നമ്മളെ പരാജയത്തിലേക്ക് നമ്മളെ ആ മനസ്സ് മടുപ്പിക്കുന്ന അനേക സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും നിന്നു പോകാതെ, ക്വിറ്റ് ചെയ്യാതെ കർത്താവിൽ ആശ്രയിച്ച് നിൽക്കാൻ കഴിഞ്ഞോളാണ് ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നനേർക്കൊരു വിഷയം കുറച്ച് ദിവസം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ കിട്ടിയില്ലെങ്കിൽ പള്ളി പോക്ക് നിർത്തും. മെനക്കേട് പരിപാടി എന്ന് പറയുന്നവരാ അല്ലേ? താൻ പറയാണ്, ഐ ഹാവ് കെറ്റ് മൈ ഫെയ്ത്ത്, എൻ്റെ വിശ്വാസം ഞാൻ കാത്തു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടിട്ട് ചില മാസങ്ങളായവരായിരിക്കും, അല്ലെങ്കിൽ 5 വർഷമായവർ കാണും, 10 വർഷമായവർ കാണും, 20 വർഷമായവർ കാണും, 30 വർഷം. നമ്മുടെ ഒരു സെൽഫ് എക്സാമിനേഷൻ നടത്തുക. കർത്താവേ, വിശ്വാസം ഉണ്ടെന്ന് പറയുക മാത്രമാണോ? ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ എന്നിലുണ്ടോ? ദൈവം എനിക്ക് തന്ന ആ ആയുസിൻ്റെ നാളിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ എനിക്ക് കഴിഞ്ഞോ എന്ന് നമ്മൾ പരിശോധിക്കണം. കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ശ്രദ്ധേയമായ 1-2 കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. കർത്താവ്, അവർ ഹെവൻലി ഫാദർ ഹലോഡ് ബി, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിൻ്റെ നാമം ഉയർത്തപ്പെടണമേ. ഹോണേഡ് ബി, ലെറ്റ് യുവർ നെയിം ബി ഹോണേഡ്. ഒന്നാമത് കർത്താവ് അതാ പഠിപ്പിച്ച്, നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ ശുശ്രൂഷയിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ എല്ലാം നമ്മുടെ മോട്ടീവ് നമ്മുടെ കർത്താവിന് നാമം മഹത്വപ്പെടണമെന്നുള്ളതാണ്. നമ്മുടെ പേര് വലുതാക്കാനല്ല, നമ്മൾ ഫേമസ് ആകാനല്ല, നമുക്ക് പണം ഉണ്ടാക്കാനല്ല, നേട്ടം ഉണ്ടാക്കാൻ. എന്ത് കർത്താവിന് വേണ്ടി ചെയ്താലും, നമ്മുടെ ജീവിതത്തിൽ ചെയ്താലും, അത് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിലായാലും നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും, കർത്താവേ, നിൻ്റെ നാമം മഹത്വീകരിക്കപ്പെടണമേ. വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്, നിൻ്റെ പൗലോസ് അതാ പറഞ്ഞത് 1 കൊരിന്ത്യർ 10:30, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. ഹോണേഡ് ബി ഹിസ് നെയിം. രണ്ടാമത് പറഞ്ഞു, ലെറ്റ് യുവർ കിങ്ഡം കം. അവിടെയാണ് നമ്മുടെ ഈ പ്രവൃത്തിയുടെ കർത്താവാണ്. ഈ ദൈവത്തിൻ്റെ രാജ്യം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനം, രാജാധിരാജാവായി കർത്തായി വാണരുളുന്ന ഒരു രാജ്യത്തിലെ പ്രജയാണ് ഞാൻ. എൻ്റെ ഇഷ്ടമല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അവനാണ് എൻ്റെ കർത്താവ്. അങ്ങനെയുള്ള പ്രവൃത്തികളാണ്, ആ മനോഭാവത്തോടെ ചെയ്യുന്ന ക്രിയകളാണ് ദൈവസഭയിൽ നിലനിൽക്കുന്നത്. നമ്മളിങ്ങനെ വായിക്കുന്ന 2 കൊരിന്ത്യർ 5:14 ഒന്ന് വായിക്കാമോ? 2 Corinthians chapter 5 verse 14. ക്രിസ്തുയേശുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങളും നിർണയിച്ചിരിക്കുന്നു. വിശ്വാസികളാണെന്ന് പറയല്ല ഇവിടെ പറഞ്ഞത്. കർത്താവായ യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. ഇതാണ് രക്ഷ. നമ്മളും ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെടുന്നൊരു അനുഭവം. എന്നിട്ട് പറയാണ്, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല. ഒരുപാട് വിശ്വാസത്തിൻ്റെ ഒരുപാട് 4 dimension എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അങ്ങനെയൊക്കെ നേട്ടങ്ങൾ നേട്ടി കൊണ്ടുവരാനെന്ന കാര്യമുണ്ട്. നിങ്ങൾ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയിട്ട്? തങ്ങൾക്കായിട്ടല്ല, പിന്നെയോ തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന്. അതാണ് വിലയുള്ള പ്രവൃത്തി, അതാണ് നിലനിൽക്കുന്ന പ്രവൃത്തി. കർത്താവെ, ഞാൻ എനിക്കുള്ള വ്യക്തിയല്ല, എൻ്റെ ഓണർഷിപ്പ് ഹാസ് ബീൻ ചേഞ്ച്ഡ്. കർത്താവ്, നിനക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു സമർപ്പണം. പിന്നെ കാണുന്ന, ദൈവമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആരുടെ ഇഷ്ടവും ആഗ്രഹങ്ങളൊന്നുമല്ല കർത്താവെ, ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കണമേ എന്നുള്ള സമർപ്പണം. നമ്മുടെ പ്രാർത്ഥനയുടെ സമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? പിന്നീടുള്ളതാണ്. ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വലിയ പ്രാധാന്യം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം, ഞങ്ങൾക്ക് സൗഖ്യം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിസ,
ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ കാറ്, അല്ലേ? സമ്മറി ഓഫ് അവർ പ്രെയർ ലിസ്റ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഷോപ്പിംഗ് ലിസ്റ്റാണ്, അല്ലേ? നമ്മളൊന്ന് ഓർക്കുക. കർത്താവ് പറഞ്ഞ ദാസൻ പറഞ്ഞ ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. കർത്താവിന് മുൻപാകെ നീതിയുടെ കിരീടത്തിനായി കാത്തിരിക്കുന്നു നമ്മൾ കാണിക്കുന്നത്. ദൈവം നമ്മൾ വായിക്കുന്നത്, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ, നിൻ്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? നമ്മൾ ഓരോരുത്തരോടും ദൈവം ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവം ചോദിക്കുകയാണ്. ദൈവം നമ്മളോട് കാര്യം തീർക്കുന്ന ഒരു സമയമുണ്ട്. ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു, സഭായോഗത്തിന് ഞാൻ സ്റ്റെപ്പ് കയറി വന്നു, ഞാൻ അതിന് പോയി ഇതിന് പോയി എന്നൊക്കെ പറയാൻ കൊള്ളാം. പക്ഷേ നിലനിൽക്കുന്ന പ്രവൃത്തി ദൈവനാമ മഹത്വത്തിനായിട്ട്, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായിട്ട്, കർത്താവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടാനുള്ള ഉദ്ദേശത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണ് നിലനിൽക്കുന്നത്. നമ്മൾ ഓർക്കുക. നമ്മളെപ്പോഴും നമ്മൾ പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ, വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെടുക. അതിനൊരു വ്യത്യാസം, അതാണ് ഫൗണ്ടേഷൻ. പക്ഷേ ആ ഫൗണ്ടേഷനുമേൽ പണിയപ്പെടുന്ന ക്രിസ്തീയ ജീവിതം വിശ്വസ്തയോട് ചെയ്യുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും. കാര്യം നമുക്കൊരു ജീവിതമുള്ളൂ. ദൈവത്തിൻ്റെ ദാസനായ വില്യം ബൂത്ത് കണ്ട ഒരു സ്വപ്നം ഞാൻ ഇങ്ങനെ വായിക്കുകയുണ്ടായി. അദ്ദേഹം ഇതാണ് കണ്ടത്. താനൊരു നല്ല വിശ്വാസിയായിരുന്നു, ദൈവഭക്തനായ മനുഷ്യനാണ്, ചർച്ചിൽ പോകുന്നു, സോഷ്യൽ ആക്ടിവിറ്റികളൊക്കെ ഏർപ്പെടുത്തി, ബിസിനസ്സുകാരനായിട്ട് ജീവിക്കുന്നു, വളരെ സൂക്ഷ്മതയോടെ തൻ്റെ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ഒരു ദിവസം താൻ മരിച്ച് ദൈവസേനയിൽ ചെല്ലുന്നതായിട്ടൊരു സ്വപ്നം താൻ കാണുക. ഒരു ദർശനം നമുക്ക് വേണമെങ്കിൽ പറയാം. താൻ ദൈവസേനയിൽ ചെന്നു, താൻ മുൻപാകെ താൻ നിൽക്കുമ്പോൾ ദൈവം തന്നെക്കുറിച്ച്, ദൈവത്തിൻ്റെ പ്ലാൻ എന്തായിരുന്നുവെന്നും താൻ പോയ ലൈൻ ഏതാണെന്നും കാണിച്ചപ്പോൾ തനിക്ക് വളരെ വിഷമമുണ്ടായി. ഒരു വലിയ ജീവിതം കൊണ്ട് തനിക്ക് അനേക കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ലെവലിലേക്ക് പോകാതെ താൻ ഒരു ഓർഡിനറി, നമ്മൾ പറഞ്ഞ വിശ്വാസിയായിട്ട് ജീവിച്ച ആ വ്യക്തി താൻ ദൈവത്തോട് നിലവിളിച്ച്, കർത്താവേ എനിക്കൊരു അവസരം കൂടെ തരണേ, നിൻ്റെ ഇഷ്ടം പൂർണ്ണമായി ചെയ്യുവാൻ, നിൻ്റെ ഹിതം ചെയ്യുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് താൻ കരഞ്ഞ് നിലവിളിച്ചു. കർത്താവ് നമുക്കറിയാം, ആ നിലവിളിച്ചു കൊണ്ടപ്പോൾ പെട്ടെന്ന് താൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. അന്ന് തൻ്റെ ജീവിതം മാറി മറിച്ചു. ആ ഒരു ദർശനം, ആ ഒരു സ്വപ്നം തൻ്റെ ജീവിതത്തെ മാറ്റി. നമുക്കറിയാം, ലോകത്തിന് അനേക ആയിരങ്ങളെ സുവിശേഷത്തിലേക്ക് നയിക്കുവാൻ ദൈവം ഒരു കാലത്ത് ഉപയോഗിച്ചൊരു സംഘടനയാണ് സാൽവേഷൻ ആർമി എന്ന സംഘടന. അതിലൂടെ അനേകർക്ക് ആശ്വാസം, ദൈവത്തെ കണ്ടെത്തുവാൻ ആ മനുഷ്യൻ്റെ പിന്നീടുള്ള ജീവിതത്തിൽ കാരണമായി തീർന്നു. ഒറ്റ ജീവിതം മാത്രമേ നമുക്കുള്ള ദൈവമക്കളെ. ആ ജീവിതത്തിൽ കർത്താവിന് പ്രസാദകരമായൊരു ജീവിതം ചെയ്യുവാൻ നിത്യതയിൽ ചെല്ലുമ്പോൾ ലജ്ജിക്കാത്ത സാക്ഷികളായി ദൈവമുഖത്തേക്ക് നോക്കി പ്രത്യാശയോടെ സന്തോഷത്തോടെ നമ്മുടെ നിത്യകാലം കഴിക്കണോ, അതോ ഒരു നഷ്ടക്കച്ചവടമായിട്ട് ഒടുവിൽ കണക്കൂട്ടി നോക്കുമ്പോൾ ഒന്നുമില്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, മരം പുല്ല് വൈക്കോൽ പോലെ എല്ലാം കത്തിപ്പോയി. നമുക്ക് തന്നെ ദിവസത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് തീരുമാനിക്കും, കർത്താവേ, ദൈവം എനിക്ക് ആയുസ്സിന് നാളുകൾ എത്ര നമുക്കറിയത്തില്ല, തരുന്ന നാളുകൾ നിൻ്റെ മഹത്വത്തിനായി ഞാൻ എന്ത് ചെയ്താലും കർത്താവിൻ്റെ മഹത്വത്തിനായി ചെയ്യുവാൻ എനിക്ക് കൃപ തരണമേ. തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തി ക്രിസ്തുവിനായിട്ട് ജീവിപ്പാനുള്ള ഒരു സമർപ്പണം തരണം. അങ്ങനെ തുടർന്നുള്ള നാളുകൾ ഒരു മീനിങ് ഫുൾ, അർത്ഥവത്തായൊരു ജീവിതം, ഫലപ്രദമായ ഒരു ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ജീവിതം ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇതുപോലെയുള്ള അനുഗ്രഹീതമായ സന്ദേശങ്ങൾ, ബൈബിൾ പഠനങ്ങൾ, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ എന്നിവ കേൾക്കുവാൻ നിങ്ങൾക്കിടയായിത്തീരും. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.